വെൽക്കം ടു QA ഫോക്കസ്. വർക്ക് എനർജി പവറിനകത്ത് കൈനറ്റിക് എനർജിയും മൊമെൻറ്റും ആയിട്ടുള്ള റിലേഷനാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമുക്കറിയാം കൈനറ്റിക് എനർജി KE എന്ന് പറയുന്നത് ഹാഫ് mv² ആണ് അല്ലേ. M മാസ്, V വെലോസിറ്റി. മൂവ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റിന് മാത്രമേ കൈനറ്റിക് എനർജി ഉള്ളൂ. V 0 ആണെങ്കിൽ കൈനറ്റിക് എനർജിയും 0 ആയിരിക്കും. അതേപോലെ തന്നെ മൂവ് ചെയ്യുന്നൊരു ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയാണ് മൊമെൻറ്റം, mv. വെലോസിറ്റി 0 ആണെങ്കിൽ ആ ഒബ്ജക്റ്റിന് എന്തില്ല? മൊമെൻറ്റം ഇല്ല. അതായത് റെസ്റ്റിലിരിക്കുന്ന ഒരു ഒബ്ജക്റ്റിന് എന്തില്ല? മൊമെൻറ്റം ഇല്ല. അപ്പോൾ ഇത് തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഈ ചാനൽ ഇതുവരെ കാണാത്തവരും ആദ്യമായിട്ട് കാണുന്നവരുമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ഒന്ന് ലൈക്ക് ചെയ്യാനും വിട്ടുപോയേക്കരുതേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഓക്കെ, ഇത് നോക്കിയിവിടെ വീണു കൈനറ്റിക് എനർജി ഞാനിവിടെ E എന്ന് തന്നെ എഴുതുകയാണ്. KE എഴുതുന്നില്ല, എളുപ്പത്തിന് വേണ്ടിയിട്ട് E എന്ന് തന്നെ എഴുതുകയാണ്. ഈക്വൽ ടു ഹാഫ് mv². ഹാഫ് mv². ഈ ഇക്വേഷൻ്റെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും m കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാണ്. ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും സെയിം നമ്പർ അല്ലെങ്കിൽ സെയിം ക്വാണ്ടിറ്റി കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസറിന് ഡിഫറൻസ് ഒന്നും വരില്ല അല്ലേ. ടോട്ടൽ വാല്യൂവിന് ചേഞ്ചസ് ഒന്നും വരില്ല. ബൈ m ദാറ്റ് ഈക്വൽ ടു ഹാഫ് m² v² ബൈ m എന്ന് വരും. ശരിയാണോ? ഹാഫ് m² v² ബൈ m എന്ന് വരും. ഇനി ചോദിച്ചോട്ടെ, mv എന്ന് പറയുന്നത് മൊമെൻറ്റം p അല്ലേ. ഹാഫ് mv ദ ഹോൾ സ്ക്വയർ ബൈ m എന്ന് എഴുതാമല്ലോ. mv ദ ഹോൾ സ്ക്വയർ ബൈ m എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈക്വൽ ടു ഹാഫ് p² ബൈ m എന്ന് വരും. ഹാഫ് p² ബൈ m. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് രണ്ട് റിലേഷൻ നമുക്കിവിടെ എഴുതാൻ പറ്റും. ഏതൊക്കെയാണ് രണ്ട് റിലേഷൻ എഴുതാൻ പറ്റുന്നത്? ഇപ്പം കിട്ടിയത് E ഈക്വൽ ടു p² ബൈ 2m. ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിലേഷനാണ്. ഇതിൻ്റെ അകത്ത് തന്നെ നമുക്ക് p² ഈക്വൽ ടു 2me എന്ന് വരും. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ p ഈക്വൽ ടു എന്തെന്ന് വരും? റൂട്ട് ഓഫ് 2me എന്ന് വരും. p ഈക്വൽ ടു റൂട്ട് ഓഫ് 2me എന്ന് വരും. ഈ രണ്ട് റിലേഷനും ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചിട്ടോണം. ഇത് വെച്ചുള്ള ചെറിയ ചെറിയ ന്യൂമറിക്കൽ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. പ്രോബ്ലം അല്ലേ, ചെയ്യാൻ പറ്റത്തില്ല, പാടാ എന്നൊന്നും വിചാരിക്കരുതും. ഒത്തിരി സിമ്പിളായിരിക്കും, പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. മാർക്ക് കളയാതിരിക്കാനുള്ള ചെറിയ ചെറിയ ടിപ്സാണ് ഈ പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളത്. അതും ഇതേപോലുള്ള ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രോബ്ലംസ്. ശരിക്കും ഇത് ന്യൂമറിക്കൽ എന്നും പറയാൻ പറ്റില്ല, തിയറിറ്റിക്കൽ പ്രോബ്ലംസ് ആണ്. തീരെ ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് ആണ്. ചെറിയ ചെറിയ കോൺസെപ്റ്റ്സ് മാത്രം നമ്മൾ അതിൻ്റെ അകത്ത് അപ്ലൈ ചെയ്താൽ മതി, നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. സാധാരണ ന്യൂമറിക്കൽ കാണുമ്പോൾ അല്ലെങ്കിൽ പ്രോബ്ലം അല്ല എങ്ങനെ ചെയ്യും എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ സ്കിപ്പ് ചെയ്യാറാണ് പതിവ്. അങ്ങനെ സ്കിപ്പ് ചെയ്യരുതും, എളുപ്പം ചെയ്യാവുന്ന ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഒരു റിലേഷൻ E ഈക്വൽ ടു p² ബൈ 2m പിന്നൊരു റിലേഷൻ p ഈക്വൽ ടു റൂട്ട് ഓഫ് 2me ആണ്. ഓക്കെ ആണോ? അങ്ങനെയെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നേരത്തെ ചോദിച്ചിട്ടുള്ളതാണേ. A light body and a heavy body have equal kinetic energy. Which one has greater momentum? P potential energy അല്ല, മൊമെൻറ്റം ആണേ. ഓക്കെ, ഒരു ലൈറ്റ് ബോഡിക്കും ഹെവി ബോഡിക്കും സെയിം കൈനറ്റിക് എനർജി ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അങ്ങ് എഴുതിയേക്കാം. ലൈറ്റ് ബോഡിയുടെ കൈനറ്റിക് എനർജിയും ഹെവി ബോഡിയുടെ കൈനറ്റിക് എനർജിയും സെയിം ആണ്. ആർക്കാണ് മൊമെൻറ്റം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലൈറ്റ് ബോഡിയുടെ മൊമെൻറ്റം റൂട്ട് ഓഫ് 2. ലൈറ്റ് ബോഡിയുടെ മാസ് ml എന്ന് കൊടുക്കാം, എനർജി EL എന്ന് കൊടുക്കാം. അതുപോലെ തന്നെ ഹെവി ബോഡിയുടേത് റൂട്ട് ഓഫ് 2mh EH എന്ന് കൊടുക്കാം. നമുക്കിത് രണ്ടിൻ്റെ റേഷ്യോ ഒന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാം. റേഷ്യോ എന്ന് പറയുമ്പോഴത്തേക്കും
PL/pH equal root of 2ml/EL by root of 2mH/EH എന്ന് വരും. ശരിയാണോ? എച്ച് ഒക്കെ ഹെവി ബോഡി എന്ന് കാണിക്കുന്നു, എല്ലൊക്കെ ലൈറ്റർ ബോഡി എന്ന് കാണിക്കാനുള്ളതാണ്. ഇനി ഇതിനകത്ത് നോക്കിയേ, 2 2 ക്യാൻസലായി പോവും. എനർജി രണ്ടിൻ്റെ സെയിമാന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഉറപ്പായിട്ട് ഇത് രണ്ടും കട്ടായി പോവും. ബാക്കി നമുക്ക് എന്താ കിട്ടുന്നത്? PL/pH ഈക്വൽ ടു ml/mH. ശരിയാണോ? PL/pH is equal to ml/mH എന്ന് വെച്ചാൽ PL എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ml ആണ്, pH എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു mH ആണ്. PL പ്രൊപ്പോർഷണൽ ടു ml ആണ്, അതുപോലെ തന്നെ pH പ്രൊപ്പോർഷണൽ ടു mH ആണ്. എന്ന് വെച്ചാൽ മാസ് കൂടുതൽ ആർക്കാണോ, ഇതിനകത്ത് മാസ് കൂടുതൽ ആർക്കാ? ഹെവി ബോഡിക്കാണല്ലേ. അപ്പം ഹെവി ബോഡിക്കായിരിക്കും ആര് കൂടുതൽ വരുന്നത്? മൊമെൻറ്റം കൂടുതൽ വരുന്നത്. കാരണം മൊമെൻറ്റം ആർക്ക് പ്രൊപ്പോർഷണൽ ആണ്? മൊമെൻറ്റം ഈസ് പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് മൊമെൻറ്റം പ്രൊപ്പോർഷണൽ ടു മാസ് എന്നാണ്. PL/pH ഈക്വൽ ടു ml/mH എന്നാണ് കിട്ടിയത്. എന്ന് വെച്ചാൽ PL ml പ്രൊപ്പോർഷനിലാണ്, pH mHന് പ്രൊപ്പോർഷനിലാണ്. മൊമെൻറ്റോ എന്ന് പറയുന്നത് മാസിന് പ്രൊപ്പോർഷനലാണ്. അപ്പോൾ മാസ് കൂടുതൽ ആർക്കാണോ വരുന്നത് അവർക്കായിരിക്കും കൂടുതൽ മൊമെൻറ്റം വരുന്നത്. അപ്പോൾ ഇവിടെ മൊമെൻറ്റം കൂടുതൽ ആർക്കാ വന്നിരിക്കുന്നത്? മൊമെൻറ്റം കൂടുതൽ വന്നിരിക്കുന്നത് PHനായിരിക്കും അല്ലേ? PHനായിരിക്കും മൊമെൻറ്റം കൂടുതലായിട്ട് വരുന്നത്. അതിന് കാരണം എന്താ? ഹെവി ബോഡിക്കാണ് മൊമെൻറ്റം കൂടുതലായിട്ട് വരുന്നത് അല്ലേ? PH എന്ന് പറയുമ്പോൾ മൊമെൻറ്റം ഓഫ് ഹെവി ബോഡിയാണ്. മൊമെൻറ്റം ഓഫ് ഹെവി ബോഡിയാണ്. കാര്യം എന്താ? മൊമെൻറ്റം പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. മൊമെൻറ്റം പ്രൊപ്പോർഷണൽ ടു മാസ് ആണ്. അപ്പോൾ മാസ് കൂടുതൽ ആർക്കാണോ അതിനായിരിക്കും മൊമെൻറ്റവും കൂടുതലായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? ഇതിനിങ്ങനെ ഒരു പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻ അല്ലാതെ ഒരു 1 വേർഡ് ക്വസ്റ്റ്യനൊക്കെ ആയിട്ടാണ് നമുക്ക് ചോദിച്ചിരുന്നതെങ്കിൽ നമുക്കിതിന് സിമ്പിളായിട്ട് നമുക്ക് എന്ത് എഴുതാൻ പറ്റുമായിരുന്നു? P പ്രൊപ്പോർഷണൽ ടു M. P പ്രൊപ്പോർഷണൽ ടു M. M കൂടുതലാണെങ്കിൽ ആരും കൂടുതലായിരിക്കും? M കൂടുതലാണെങ്കിൽ മൊമെൻറ്റവും കൂടുതലായിരിക്കും. ഗ്രേറ്റർ M ഗ്രേറ്റർ മൊമെൻറ്റം. ക്ലിയർ ആയോ? M കൂടുതലാണെങ്കിൽ അവിടെ മൊമെൻറ്റവും കൂടുതലായിരിക്കും. ക്ലിയർ? ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോഴത്തേക്കും, എ കാർ ആൻഡ് എ ട്രക്ക് ഹാവ് സെയിം കൈനറ്റിക് എനർജി. കാറിനും ട്രക്കിനും സെയിം കൈനറ്റിക് എനർജി എന്നാണ് പറയുന്നത്. ഇഫ് മാസ് ഓഫ് ദ ട്രക്ക് ഈസ് 100 times ഗ്രേറ്റർ ദാൻ മാസ് ഓഫ് ദി കാർ, ഫൈൻഡ് റേഷ്യോ ആണ്, വെലോസിറ്റിയുടെ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഞാനൊന്ന് ഷോർട്ടാക്കി എഴുതിയെന്നേ ഉള്ളൂ കേട്ടോ. അതായത് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ കാർ ആൻഡ് എ ട്രക്ക് ഹാസ് സെയിം കൈനറ്റിക് എനർജി. കാറിനും ട്രക്കിനും സെയിം കൈനറ്റിക് എനർജിയാണ്. ഇനി ട്രക്കിൻ്റെ മാസ് കാറിൻ്റെ മാസിനെക്കാട്ടിലും 100 times ഗ്രേറ്റർ ആണ്. വെലോസിറ്റിയുടെ റേഷ്യോ ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. കൈനറ്റിക് എനർജി സെയിം ആണ് ട്രക്കിൻ്റെയും കാറിൻ്റെയും. ½ mv² ആണ് ഇക്വേഷൻ. ട്രക്കിൻ്റെത് VT² ഈക്വൽ ടു ½ mc/vc² നമുക്ക് എഴുതാൻ പറ്റും. രണ്ടിടത്തെയും ഹാഫ് അങ്ങ് ക്യാൻസൽ ചെയ്ത് കളയാം. രണ്ടിടത്തെയും ഹാഫ് അങ്ങ് പോയി. ബാക്കി നമുക്ക് VT²/vc². ഇവിടെയുള്ള VC² ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നു. അതേപോലെ ഇവിടെയുള്ള MTയെ ഇപ്പുറത്തേക്കും കൊണ്ടുവന്നു. ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്യുക, അത്രമാത്രം. MC/MT. അങ്ങനെയാണെങ്കിൽ VT/VC എന്ന് പറയുന്നത് √m
എം സി ബൈ എം ടി ആയിരിക്കുമല്ലോ. റൂട്ട് ഓഫ് എം സി ബൈ എം ടി ആയിരിക്കും. ദാറ്റ് ഈക്വൽ റൂട്ട് ഓഫ് 1/100. ക്വസ്റ്റിന് പറയുന്നുണ്ടല്ലേ ട്രക്കിൻ്റെ മാസ് കാറിൻ്റെ മാസിനെക്കാട്ടിലും ട്രക്കിൻ്റെ മാസ് കാറിൻ്റെ മാസിനെക്കാട്ടിലും 100 ടൈംസ് ഗ്രേറ്റർ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് മീൻസ് റൂട്ട് ഓഫ് 1/100. റൂട്ട് ഓഫ് 1/100 എന്ന് പറയുമ്പോഴത്തേക്കും റേഷ്യോ നമുക്ക് എന്ത് കിട്ടും? വി ടി ബൈ വി സി ഈസ് ഈക്വൽ ടു 1/10 എന്ന് വരും. വി ടി ബൈ വി സി ഈസ് ഈക്വൽ ടു 1/10. കണ്ടോ, ഇതുപോലുള്ള സിമ്പിൾ പ്രോബ്ലംസ് ആയിരിക്കും ചോദിക്കുന്നത്. യാതൊരു കാരണവശാലും സ്കിപ്പ് ചെയ്ത് കളയരുത്. ഇവിടെ നമുക്ക് ഇത്രയും മാത്രമേ നമുക്കിവിടെ ചെയ്യാനുള്ളൂ. നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു. അതുപോലെ ഇവിടെയും നമുക്ക് പി പ്രൊപ്പോർഷണാലിറ്റി എം വെച്ചിട്ട് മാസ് കൂടുന്നത് ഏതിനാണോ അതിനായിരിക്കും മൊമെൻറ്റവും കൂടുതലെന്ന് പെട്ടെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയോ? അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സിനും വീഡിയോസിനും ഒക്കെ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു.